സുവനീർ വാങ്ങണം. കുറേ ഫോട്ടോസ് ഉണ്ട്, അതുപോലെ മസ്ജിദിൻ്റെ കുറച്ച് സ്റ്റാച്യൂസ് ഉണ്ട്, ഇതൊക്കെ വാങ്ങണം. ഇതെല്ലാം നല്ല വിലയാണ് കേട്ടോ. നമ്മൾ യൂറോപ്പിൽ പോയതുപോലല്ല, €1 ഒന്നുമല്ല, നല്ല നമുക്കെന്തായാലും ഹഗിയ സോഫിയ കാണാൻ പോവാം. അതുവഴിയാണ് എക്സിറ്റ് എന്ന് തോന്നുന്നു, എൻട്രൻസ് എങ്ങോട്ടാണെന്ന് അറിയില്ല. വിസിറ്റിംഗ് ഏരിയ അത് ഇങ്ങോട്ടാണ് കേട്ടോ. നമുക്ക് വിസിറ്റിംഗ് ഏരിയ ഇവിടേക്ക് പോവാം, വിസിറ്റിംഗ് ഏരിയയിലോട്ട് പോവാം. നമുക്ക് എന്തൊരു ജനത്തിരക്കാന്ന് നോക്കി. ഇവിടെ നല്ല ദുനിയാവിൻ്റെ ഏതെല്ലാം ഭാഗത്തു നിന്ന് ആൾക്കാർ കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ട്, വെളിയിലാണ് കേട്ടോ, ഔട്ട് സൈഡിൽ. ഈ ജനങ്ങളിങ്ങനെ ഇരിക്കുന്ന ഭാഗത്ത് തന്നെ ഓപ്പൺ എയറാണ് റെസ്റ്റോറൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ, യൂറോപ്പിലേക്ക് റെസ്റ്റോറൻറ്റ് എല്ലാം കൂടുതലും ഓപ്പൺ എയറിലാണ്. എന്ന് പറഞ്ഞാൽ എയർ കണ്ടീഷൻ്റെയോ ഫാനിൻ്റെയോ ഒന്നും ആവശ്യമില്ല, നോർമൽ ക്ലൈമറ്റിൽ എല്ലാവരും ഇരുന്നുള്ളൂ. ഇവിടെ കൊക്കോകോള ബോട്ടിൽസ് ഉണ്ട് കേട്ടോ. ഇത് കൊക്കോകോള ബോട്ടിൽസ് ഇപ്പോൾ ഇങ്ങ് കാണാനില്ല, എല്ലായിടത്തും പ്ലാസ്റ്റിക് ആണല്ലോ. ഇവിടെ ഫ്രൂട്ട് ഷോപ്പ്. ഓ മൈ ഗോഡ്, നല്ല എത്ര രൂപയാണത് ഫ്രൂട്ട്സ്. ഇങ്ങനെ ഫ്രൂട്ട്സ് നമുക്ക് അകത്തേക്ക് കയറിയിട്ട് വന്നതിന് ശേഷം വാങ്ങിച്ച് കഴിയാം. അപ്പോൾ വേണ്ട, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഐസ്ക്രീം, തണുപ്പത്തെ ഐസ്ക്രീം നമുക്ക് പറ്റില്ല, പക്ഷേ ഇവിടെയുള്ള ആൾക്കാരൊക്കെ കഴിക്കുന്നുണ്ട്. ഒരു വലിയ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. പിന്നെ നല്ല ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ അനാറുണ്ട്, അനാറ് കാട്ടും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമുക്ക് മസ്ജിദിലേക്ക് പോവാം. നോക്കിയാൽ കുറേ ലോങ് നടക്കാനുണ്ട്. ഇത് എന്താണ് ഈ ബ്രെഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടില്ല. ബ്രെഡ് എന്താണെന്നൊന്ന് നമുക്ക് നോക്കാം. അല്ലേ, ഈ ബ്രെഡ് കുറച്ച് ഡോൾസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എല്ലാം പൂച്ചേൻ്റെ പരിപാടിയാണല്ലോ, എല്ലാം പൂച്ചയാണല്ലോ. ഇവിടെ കണ്ടോ, ഓ ഇവിടെ ഒരു വലിയ ഫ്രൂട്ട് ഷോപ്പാണല്ലോ. ഹഗിയ സോഫിയയുടെ മുമ്പിലുള്ള ഫ്രൂട്ട് ഷോപ്പാണ് ഈ കാണുന്നത് കേട്ടോ. വലിയൊരു ഫ്രൂട്ട് ഷോപ്പാണ് കേട്ടോ. ഫ്രൂട്ട്സ് ഇവിടെ എല്ലായിടത്തും പ്രത്യേകത ഈ ബ്രെഡാണ്. ബ്രെഡിനകത്ത് ഇങ്ങനെ ക്രീം തേച്ചിട്ടാണ് ഈ ബ്രെഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ക്രീം ഇങ്ങനെ തേക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ക്രീം ഉണ്ട്, ന്യൂട്ടെല്ല ഉണ്ട്, കാര്യങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. എന്തായാലും എനിക്കൊരെണ്ണം വാങ്ങിച്ച് കഴിക്കണം. തിരിച്ചു വട്ടെ, ഇപ്പോൾ പള്ളിക്കകത്തേക്ക് പോകല്ലേ, അപ്പോൾ തിരിച്ചു വന്നിട്ട് നമുക്കൊരെണ്ണം വാങ്ങിച്ച് കഴിക്കാം. ബ്രെഡ് ഹോം മെയ്ഡാണെന്ന് തോന്നുന്നു. വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ക്രീമും ന്യൂട്ടെല്ലയൊക്കെ തേക്കുന്നതാണ് കേട്ടോ. ന്യൂട്ടെല്ല ഉണ്ട്, ക്രീമുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ക്രീമും അതൊക്കെ ആയിട്ടാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ടിക്കറ്റ് എടുക്കുന്നത് തോന്നുന്നു കേട്ടോ. ബൈ യുവർ ടിക്കറ്റ് ഹിയർ എന്നാണ് എഴുതിയേക്കുന്നത്. ഹഗിയ സോഫിയ മസ്ജിദ് മോസ്ക് വിസിറ്റിംഗ് ഏരിയ ടിക്കറ്റ് ഓഫീസ്. ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് സോറി tour guide. Hagia Sophia tour in English. No, thank you. Ticket you buy from here. How much? €25. €25? Yeah. Going inside? If you want same ticket, if you want online, no way.
ഇതാണ് ഹാഗിയ സോഫിയ മസ്ജിദ്. ഇനിയിപ്പം ഇതിനകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ക്യൂവിൽ ഇങ്ങനെ നിൽക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഗൈഡിനെ എടുക്കണം. ഒരു 30 മിനിറ്റ്സ് ആണ് അതിനകത്ത് അവർ പറയുന്ന ടൂറ്. പക്ഷേ ആ ടൂറ് ചിലപ്പോൾ ടൈം എടുക്കും കേട്ടോ. നമ്മളിപ്പോൾ ഹാഗിയ സോഫിയക്കകത്ത് പോയിട്ടും ഒന്നും വേറെ സാധിക്കാനില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അപ്പുറത്ത് നമ്മൾ കണ്ട അധികം കണക്കിട്ടുള്ള മസ്ജിദ് തന്നെയുള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് മസ്ജിദിനകത്തൊരു പ്രത്യേകിച്ച് രൂപങ്ങളും സ്റ്റാച്യൂവും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ പുറത്തുനിന്ന് ഞാൻ ഹാഗിയ സോഫിയ മസ്ജിദ് കാണിച്ചു തരാം. ഞാനതായാലും അകത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പുറത്ത് ഇപ്പം നമ്മൾ ബ്ലൂ മസ്ജിദിനകത്ത് നമ്മളൊന്ന് പോയി വന്നതേ ഉള്ളൂ. ഇത് ഇവിടത്തേക്ക് കയറി പോകുന്നതിന് എനിക്ക് തോന്നുന്നു ടിക്കറ്റ് വേണ്ടാന്ന് തോന്നുന്നു. ഇവിടേക്ക് കയറി പോകുന്നതിന് ടിക്കറ്റ് വേണമെന്നറിയില്ല. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഇവിടെ സ്കാനിങ് ഒക്കെ ഉണ്ട്. അതുവഴി അകത്തേക്ക് കയറാൻ പാടുന്നു. ഇവിടെയും ടിക്കറ്റ് വേണം കേട്ടോ. ഇതുവഴിയാണ് നമ്മൾ അകത്തേക്ക് കയറി പോകേണ്ടത്. അത് ഇറങ്ങി വരുന്ന സ്ഥലമാണ് കേട്ടോ. ഈ ഭാഗത്തൂടി വരുന്ന ആൾക്കാരെ ഇറങ്ങി വരുന്നത്. അത് ഇപ്പം നമ്മൾ അവിടെ ഇറ്റലിയിലൊക്കെ ചർച്ചിൽ പോയതുപോലെ തന്നെ ഇത് നേരത്തെ ചർച്ചായിരുന്നു. ഇപ്പോൾ അത് മോസ്ക് ആക്കിയതാണ്. പുറത്ത് പോയിട്ട് ബോട്ടിങ് പോവാം, അതാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ മസ്ജിദ് ഇങ്ങനെ കണ്ടിട്ട് എൻ്റെ അഭിപ്രായത്തിൽ വലുതൊന്നുമില്ല. മസ്ജിദിനകത്ത് എന്തായാലും ഒരിക്കലും ഒരു സ്റ്റാച്യു ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിനകത്ത് കുറച്ച് ഖുർആനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമസ്കരിക്കാനുള്ള സ്ഥലം അത്ര തന്നെ കാണാനുള്ളൂ. എന്തായാലും നമ്മൾ ബ്ലൂ മസ്ജിദ് കണ്ട് അതിനകത്ത് കയറി നമസ്കരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടി എനിക്ക് തോന്നുന്നില്ല ഹാഗിയ സോഫിയ മസ്ജിദിനകത്തേക്ക് കയറണമെന്ന്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ കേരളത്തിൽ വളരെ ഫേമസ് ആയ മസ്ജിദ് എന്നുള്ളതേ ഉള്ളൂ. കുറച്ച് പുരാതനമായ ഒരു ചർച്ചായിരുന്നു, അതിനെ മസ്ജിദാക്കി മാറ്റിയതാണ്. So there was I heard there was lighting on the ഈ കാണുന്നതാണ് മസ്ജിദിൻ്റെ പുറമേനുള്ള രൂപം. ഇനിയിപ്പോൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അകത്തുള്ള സീനറീസൊക്കെ കാണാം. ആൾക്കാർ ഇങ്ങനെ ആവശ്യം പോലെ പോകുന്നുണ്ട്. പക്ഷെ ആ ഗേറ്റിൻ്റെ അവിടെ ചെന്നിട്ട് പലരും മടങ്ങി വരികയാണ്. ഒന്നാമത്തെ കാര്യം, അത്രയും നേരം അവിടെ ക്യൂ നിൽക്കണം. അതിനകത്ത് കയറണം എന്നുണ്ടെങ്കിൽ 5:30 മണി വരെ അതിനകത്തേക്ക് കയറ്റി വിടുകയുള്ളൂ. പിന്നെ അകത്തുനിന്ന് പുറത്തേക്ക് മാത്രമേ വിടുള്ളൂ. അകത്ത് കയറിയവരെ വെളിയിലേക്ക് ഇറക്കി വിടും. അത് തന്നെ ഉള്ളൂ. എന്തായാലും ഈ കാണുന്നതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഔട്ട് സൈഡിലുള്ള സെറ്റപ്പുകൾ. ഇവിടെ നല്ലൊരു ബോട്ടിംഗ് ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് അത് കാണാം. അവിടെ ബോട്ടിങ്ങിന് നമുക്ക് പോവുകയും ചെയ്യും. പുറത്ത് നിന്നിട്ടുള്ള ഒരു രൂപം എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഹാഗിയ സോഫിയയുടെ പുറത്തു നിന്നുള്ള ഒരു വിഷ്വൽ. അതാണെന്ന് തോന്നുന്നത് അകത്ത് കയറുന്നതിനേക്കാളും വിശാലമായിട്ടുള്ളത്. ആരും കയറുന്നില്ല കേട്ടോ, അകത്തേക്ക് ആരും അങ്ങനെ വലിഞ്ഞു കയറുന്നില്ല. അത്രയ്ക്ക് വലിയ സംഭവം അല്ല, മസ്ജിദല്ലേ. ഇപ്പം ആ ഒരു ഇതിലേ ഉള്ളൂ ഇവിടെ കയറി കാണാനായിട്ട്, വേറൊന്നുമില്ല. എന്തായാലും പല പ്രാവശ്യം ഞാൻ പറഞ്ഞു അതിനകത്തൊരു ഇതില്ല, നമ്മളൊരു പ്രത്യേകിച്ച് സ്റ്റാച്യൂവും അങ്ങനെ ഒന്നുമില്ല ഈ മസ്ജിദിനകത്ത്. ഈ കാണുന്നതാണ് ഹാഗിയ സോഫിയ മസ്ജിദ്. അതിൻ്റെ വെളിയിൽ നിന്നുള്ള രൂപമാണ് പൂർണ്ണമായി നിങ്ങളുടെ മുമ്പ്.
ഇവിടെ പക്ഷേ അത്രത്തോളം സുവർണീർ ഷോപ്പ് അങ്ങനെയില്ല. ഞാൻ ഒരു സുവർണീർ ഷോപ്പേ കണ്ടത് ഇവിടെ അത്രയും നേരത്തിൽ ഞാൻ നടന്നത്. പക്ഷേ ഇറ്റലിയിൽ ഞാൻ പോയപ്പോൾ എവിടെ നോക്കിയാലും സുവനീർ ഷോപ്പ്, എവിടെ നോക്കിയാലും സുവനീർ ഷോപ്പ്. ഇതാണ് അതിൻ്റെ പൂർണ്ണമായ ഹഗിയ സോഫിയയുടെ. കണ്ടില്ലേ ഈ പുറത്തുനിന്ന് കാണുന്നത്. എന്തായാലും ഇത്ര തന്നെയാണ് ഹഗിയ സോഫിയയുടെ പുറത്തുനിന്നുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് നല്ലതുപോലെ കാണാം. കൂടുതലേക്ക് അകത്തേക്ക് കയറേണ്ട കാര്യമില്ല. അതിനകത്ത് കയറി നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് തീരെ സമയമല്ല. നമ്മൾ മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നിടത്തോളം ഇന്ന് കവർ ചെയ്യുക. പിന്നെ ഒരു നാളെ മറ്റന്നാളും ഒക്കെ അടുത്ത ഏരിയയാണ് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ അത് കാരണം നമുക്ക് ഇവിടെ ഇങ്ങനെ വേസ്റ്റ് ചെയ്യാൻ സമയമില്ല. ഇതിനകത്ത് മസ്ജിദിനകത്ത് എന്തായാലും ഞാൻ കയറില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇതിൻ്റെ പുറത്ത് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഞാൻ ഇവിടുത്തെ ഒരു ഐസ്ക്രീം കുത്തിമറിക്കുന്നത് ഞാനൊന്ന് കാണിക്കാം കേട്ടോ. ഐസ്ക്രീം കുത്തിമറി നമുക്കൊന്ന് കാണാം. അവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് ഐസ്ക്രീം കുത്തിമറിക്കുന്നത് കാണാൻ വേണ്ടി. വളരെ സ്ഥിരം പരിപാടിയാണല്ലോ, സ്ഥിരം നാടകം ആണ്. വീഡിയോ എടുക്കാൻ സമ്മതിക്കുമെന്നറിയില്ല. എന്തായാലും വീഡിയോ എടുക്കാൻ നോക്കാം. അവിടെ ഒന്ന് വീഡിയോ എടുക്കാം. അവിടെ ഇപ്പം ആരുമില്ല. വലിയ ഐസ്ക്രീം കുത്തിമറിക്കൽ മാത്രമേ ഉള്ളൂ. അവിടെ നിന്നാൽ ഫ്രണ്ടിൽ നിന്നാൽ നമുക്ക് നല്ലപോലെ ഐസ്ക്രീമിൻ്റെ ഒരു കുത്തിമറിക്കുന്ന വീഡിയോ എടുക്കാം. എന്തായാലും നമ്മൾ പോയിട്ട് അവിടെ കളിക്കുന്നത് ശരിയല്ല.